ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ്. നമ്മൾ സാധാരണ വെജിറ്റബിൾ കട്ട്ലേറ്റ്, മീറ്റ് കട്ട്ലേറ്റ് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ വാഴച്ചുണ്ടില്ലേ, അതായത് വാഴപ്പൂവ്, കൊടപ്പൻ എന്നൊക്കെ ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇതിന്. അതുകൊണ്ടുള്ള രുചികരമായ ഒരു കട്ട്ലേറ്റ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ ആക്കി കൊടുക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പൂ കൊണ്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് വാഴച്ചുണ്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, കറിവേപ്പില ചെറുതായി കൊത്തിയരിഞ്ഞത്, പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത്, ചെറിയ സവോള ചെറുതായി കൊത്തിയരിഞ്ഞത്, 1/2 ടീസ്പൂൺ നാരങ്ങാ നീര്, 2 ചെറിയ കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം ഉടച്ചെടുത്തത്. കട്ട്ലേറ്റ് മുക്കി പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ ചിലപ്പോൾ ഒരു മുട്ടയും കൂടെ വേണ്ടി വരും. ഇനി വെജിറ്റേറിയൻകാരെ മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മുട്ടയുടെ സ്ഥാനത്ത് മൈദ അല്പം വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തതിന് ശേഷം മുട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കട്ട്ലേറ്റിന് കോട്ടിങ് കൊടുക്കാനായിട്ട് ബ്രെഡ് ക്രംസ് വേണം. നിങ്ങൾക്ക് റസ്കിൻ്റെ പൊടിയോ ബ്രെഡ് പൊടിച്ചതോ ഒക്കെ ഉപയോഗിക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വാഴച്ചുണ്ട് അരിഞ്ഞത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം, പച്ചമുളക്, കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ഒരു 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പം വാഴച്ചുണ്ട് ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറി. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കാം. ഇപ്പം നമ്മുടെ ചുണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്നത് ചൂടൊന്ന് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. ആദ്യമേ ഒരുപാട് ചേർക്കരുത്, കാരണം ഇല്ലെങ്കിൽ പിന്നെ ആ കിഴങ്ങിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. നമുക്കൊന്ന് ബോൾ പിടിക്കാൻ പാകത്തിന് മതി. അപ്പോൾ അതനുസരിച്ച് കുറേശ്ശെ ചേർത്ത് നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഉപ്പോ എരിവോ എല്ലാം പാകത്തിനാണ്. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് ഉരുളകളാക്കി ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഞാൻ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റേറിയൻകാർക്ക് മൈദ ഈ സ്ഥാനത്ത് ഉപയോഗിക്കാവുന്നതാണ്. മൈദ അല്പം കലക്കിയെടുത്തിട്ട് ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പ്, ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കോട്ട് ചെയ്തിട്ട് വറക്കാനായിട്ട് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം നമ്മൾ ഒരു കട്ട്ലേറ്റിൻ്റെ പീസ് എടുക്കുക, മുട്ടയിൽ മുക്കുക. വെജിറ്റേറിയൻകാർ ഈ സ്ഥാനത്ത് മൈദ കലക്കിയത് ഉപയോഗിക്കുക. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് ഇത് കോട്ട് ചെയ്യാം. ഞാൻ എല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എല്ലാം കൂടെ ഒന്നിച്ച് വറക്കാനായിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾ ഈ കോട്ടിങ് ചെയ്തതിന് ശേഷം നല്ലതായിട്ടൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിബ്ലോ കവറിലോ ഇട്ട് അടച്ച് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യാനുസരണം വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ കട്ട്ലേറ്റ് ഞാൻ 6 എണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ
മീറ്റ് കട്ട്ലേറ്റ് ഒക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്, അതേസമയം ഹെൽത്തിയുമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കട്ട്ലേറ്റ് ചൂടോടെ കഴിക്കണമെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലോ എടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് ആവശ്യാനുസരണം വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ വീണ്ടും നല്ലൊരു പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് കാണും വരേക്കും നന്ദി.